യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യാമാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് നാം നമ്മെ ഫരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കുന്ന സ്തുതിക്കുന്ന എലിസബത്ത്, അതുപോലെ തന്നെ ആ ഭവനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതികൾ കരയറ്റുന്ന കന്യകയായ മറിയത്തിൻ്റെ ചിത്രം, ഇതിനെല്ലാം മൂകസാക്ഷിയായി സക്രിയാസ് എന്ന പുരോഹിതൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സന്തോഷത്തിൽ ആത്മന പങ്കുചേരാനല്ലാതെ ദൈവത്തെ വാക്കുകൊണ്ട് സ്തുതിക്കാനാകാതെ വേദനിക്കുന്ന ഒരു പുരോഹിതൻ ആ ഭവനത്തിലുണ്ടായിരുന്നു. എന്താണ് ഈ സഖറിയായുടെ ജീവിതത്തിൽ സംഭവിച്ചത്? കന്യകയായ മറിയത്തിൻ്റെ പക്കലേക്ക് അയക്കപ്പെട്ട അതേ മാലാഹ 6 മാസങ്ങൾക്ക് മുൻപ് ശുശ്രൂഷാവേളയിൽ ഈ പുരോഹിതൻ്റെ അരികിലേക്ക് ദൈവപിതാവിനാൽ അയക്കപ്പെട്ടതാണ്. ദേവാലയത്തിലെ ഉന്നതമായ ശുശ്രൂഷകൾക്കിടയിൽ കർത്താവിൻ്റെ മാലാഹയെ കണ്ട് മറിയത്തിൽ സംഭവിച്ചതുപോലെ അസ്വസ്ഥപ്പെടുകയും ഭയപ്പെടുകയും ചെയ്ത സഖറിയായോട് മാലാഹ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഈ സ്വർഗീയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ നാളുവരെയുള്ള പ്രാർത്ഥനയുടെ ജീവിതത്തിൽ ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പുരോഹിതൻ്റെ പക്കലേക്ക് ദൈവം തൻ്റെ സമയത്തിൻ്റെ തികവിൽ ദൂതനയച്ച് പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ടുള്ള ഉത്തരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ വിശദമായിട്ട് അറിയിച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം 12-13ഓളം അനുഗ്രഹങ്ങളാണ് ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സഖറിയായോട് ദൈവത്തിൻ്റെ ദൂതൻ പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സാധാരണ മനുഷ്യനെ പോലെ പുരോഹിതനായിരുന്ന വ്യക്തി പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനല്ലയോ? എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനോട് പറയുകയാണ്, സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട പിതാവിൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും എന്നുള്ള ആ വചനത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ എലിസബത്തും മറിയുമൊക്കെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ പുരോഹിതനായ വ്യക്തിക്ക് ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നമ്മളത് ഓർക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഹിതം അല്ലേ, പുരോഹിതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ജനത്തെ അറിയിക്കാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ എന്നുള്ളത്. അപ്പോൾ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട വ്യക്തിയുടെ പക്കലേക്ക് പിതാവ് തൻ്റെ മാലാഹ അയക്കുമ്പോൾ ആ വചനത്തെ പെട്ടെന്ന് വിശ്വസിക്കാനോ അനുസരിക്കാനോ മറിയം പറഞ്ഞതുപോലെ ആ വചനത്തോട് ആമേൻ പറയാനോ ഈ ദാസന് കഴിയാതെ പോയി. തൽഫലമായിട്ടാണ് അദ്ദേഹം ഏതാനും നാളുകൾ മൂകനായി തീരേണ്ടി വരുന്നൊരവസ്ഥ ദൈവം അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തർക്കും മാമോദിസ നൽകിയത് മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള കുദാശകൾ പരികർമ്മം ചെയ്തു തന്ന സകല വൈദിക ശ്രേഷ്ഠരെയും ഈ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള വലിയൊരു ആത്മീയ ഭാരം, ആത്മീയ ഉത്തരവാദിത്വം ദൈവമാതാവ് നാം ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്കൊന്ന് ഓർത്ത് നോക്കുക. ഇവിടെ പിതാവ് പറയുന്ന കാര്യം, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട്, അവിശ്വാസം. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന തലമുറയിൽ യഥാകാലം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിറവേറുന്ന ഒരുപാട് ദൈവവചനങ്ങളുണ്ട്. അതിനനുസരിച്ച് എൻ്റെയും നിൻ്റെയും ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ രക്ഷ സാധ്യമാകുന്നത്. നമുക്ക് ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ലക്ഷക്കണക്കിന് പുരോഹിതർ തങ്ങൾ ഓരോരുത്തരെയും സ്വർഗസ്ഥനായ പിതാവ് ഫരമേൽപ്പിച്ചിട്ടുള്ള തൻ്റെ അജഗണത്തെ പിതാവിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ 2ാം വരവിന് വേണ്ടി തിരുസഭയെ പരിശുദ്ധാത്മാവ് അണിയിച്ചൊരുക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വചന സത്യങ്ങളോട് നല്ല രീതിയിൽ പ്രത്യുദ്ധരിക്കാൻ മാതാവേ, തിരുസഭയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അമ്മ സഹായിച്ച് അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ സഖറിയായുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേര് ഇന്ന് സഭയിലുണ്ട്. യേശു 2ാമതും ഉടനെ വരുമോ, അല്ലെങ്കിൽ അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ, അങ്ങനെയൊക്കെ സംശയിക്കുന്നവരും അല്ലെങ്കിൽ യുക്തിവാദമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മധ്യമുണ്ട്. അപ്പോൾ ഈ മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് എല്ലാ വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നൊരു വിശുദ്ധ സമൂഹം സഭയിൽ ഉയർത്തപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ലൂക്കായുടെ സുവിശേഷം 17 നമ്മൾ കാണുന്നുണ്ട്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ
അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. ഇന്നത്തെ ഓരോ പുരോഹിതരും ഈ ഏലിയായുടെ തീക്ഷ്ണതയാൽ നിറഞ്ഞ് ജ്വലിച്ച് യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിൽ അവിടുത്തെ എതിരേൽക്കാൻ വേണ്ടി തന്നെയും തൻ്റെ അജഗണത്തെയും ആത്മീയവും മാനസികവും ശാരീരികവുമായി എല്ലാ വിധത്തിലും ഒരു വിശുദ്ധ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ പുരോഹിത സമൂഹം വിജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ഈ അമ്മയുടെ വിമലഹൃദയത്തിൽ ശരണം തേടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ വൈദ്യരെ കൂടി നമുക്ക് ഓർമ്മിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു വലിയ ആത്മീയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ വൈദികർക്ക് വേണ്ടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അവരെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.